ഇടുക്കി ജില്ലയിലെ ശക്തമായ മഴയിൽ മണ്ണിടിഞ്ഞ് വിവിധയിടങ്ങളിലെ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. ജില്ലയിൽ റെഡ് അലർട്ട് നൽകിയ 4 ഡാമുകൾ തുറന്നുവിട്ടതോടെ തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഉപ്പുതറയിൽ, ചപ്പാത്ത് ഉൾപ്പെടെയുള്ള മേഖലകളിൽ വഴിവിളക്ക് സ്ഥാപിക്കാത്തതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ KSEB ഓഫീസും ഉപരോധിച്ചു. തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയിൽ 10ഓളം ഇടങ്ങളിലാണ് ശക്തമായ മഴയിൽ മണ്ണിടിഞ്ഞത്. കാൽവരി ബൗണ്ട് 9ാം മൈൽ ഭാഗത്ത് റോഡിലേക്ക് മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടും രൂക്ഷമാണ്. വാഴവരയ്ക്ക് സമീപം സംസ്ഥാന പാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. വെള്ളയാംകുടിക്കും നാരക്കാനത്തിന് സമീപവും റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞ് താഴേക്ക് വീണു. അതിനിടെ ഉപ്പുതറ പഞ്ചായത്തിലെ ചപ്പാത്ത് ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കാത്തത് വൻ പ്രതിഷേധത്തിന് കാരണമായി. പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല രാജന്റെയും വാർഡ് മെമ്പർ ശിവൻകുട്ടിയുടെയും നേതൃത്വത്തിൽ KSEB ഓഫീസ് ഉപരോധിച്ചു. നിങ്ങളെല്ലാവരും ഈ ഇവിടെയുള്ള പത്രപ്രവർത്തകരടക്കം ചാനലുകാരടക്കം ആ ചപ്പാത്തി വന്ന അവസ്ഥ കണ്ടതാ. ഇരുട്ട് പിടിച്ച് കിടക്കുവാണ് ആ ക്ഷേത്രവും വഴിയും ആ ചപ്പാത്തി ടൗണും എല്ലാം. നമ്മൾ ആ രാത്രിയിൽ ഈ വെള്ളപ്പൊക്കം ഉണ്ടായപ്പം ആ നാട്ടിലുള്ള ആളുകളൊക്കെ വന്ന് അവിടെ ഇവിടെയൊക്കെ ഓരോ ലൈറ്റും വെച്ചുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്ത്. മര്യാദയ്ക്ക് നമ്മൾ പറഞ്ഞു, ഇത് ഞങ്ങൾ സാധനം വാങ്ങിത്തരാം, നിങ്ങളൊന്ന് ഇട്ട് തന്നാൽ മതി. ഭയങ്കര ധിക്കാരപരമായ ഇടപാടാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ AXയുടെ അല്ലെങ്കിൽ AEയുടെ ഒക്കെ ചുമതലയുള്ള ചില ആളുകളുണ്ട്, ചില പിള്ളേരാ. അവരെന്തൊക്കെ ഇവിടെ എത്രയോ മഹാന്മാരിരുന്ന സ്ഥലമാണ് ഈ കസേരയൊക്കെ. ഇവരെന്തോ മര്യാദയായിട്ട് വർത്താനം പറയാൻ പോലും കൂട്ടാക്കുന്നില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചാൽ പോലും പഞ്ചായത്ത് പ്രസിഡന്റിനോട് മോശമായിട്ട് വർത്താനം പറയുക. ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച പാബ്ല, ഇടമലയാർ, കല്ലാർകുട്ടി, കല്ലാർ ഡാമുകൾ തുറന്നുവിട്ടിരിക്കുകയാണ്. ഇതോടെ മൂവാറ്റുപുഴ, തൊടുപുഴ ആറുകളിൽ ജലനിരപ്പ് ഉയർന്നു. നിലവിൽ 13 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 200 പേരെ ജില്ലയിൽ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, ഇടുക്കി.